പ്രിയമുള്ളവൾ രചനാവതരണം മിത്രവിന്ദ. ഡേറ്റ് അടുത്ത് വരുന്തോറും എനിക്ക് എന്തൊക്കെയോ വല്ലാത്ത പേടി പോലെ ഭദ്രേട്ട. രാത്രിയിൽ ഭദ്രന്റെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് നന്ദന. 9-ാം മാസത്തിൽ കയറിയതി പിന്നെ അവൾക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും തന്നെയാണ്. കാലൊക്കെ നീര് കയറി പൊന്തി, ശ്വാസമെടുക്കാനൊക്കെ വല്ലാത്ത ആയാസം. എപ്പോഴും ദേഹത്തിനൊക്കെ കടച്ചിലും വേദനയും. കുഴമ്പൊക്കെ ഇട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. എങ്കിലും അവൾക്കൊരു പരവേശമാണ് എല്ലാ കാര്യത്തിലും. വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവൾ കുറച്ചു സമയം റെസ്റ്റ് എടുത്തിട്ട് കിടക്കും. ഭദ്രൻ വന്ന ശേഷം കഴിക്കാനൊന്നും അവൾ ഇപ്പൊ കാത്തിരിക്കില്ല. താമസിച്ച് കഴിച്ചാൽ അവൾക്ക് കിടന്നു കഴിഞ്ഞ് ഭയങ്കര കിതപ്പാണത്രേ. അന്നും അവൾ നേരത്തെ വന്നു കിടന്നു. ഒരു വശം ചെരിഞ്ഞ് ഭദ്രന്റെ മടിയിൽ മുഖം ചേർത്ത് കിടക്കുകയാണ്. അപ്പോഴാണ് ഉള്ളിന്റെ ഉള്ളിലെ ഭയം അവൾ അവനുമായി പങ്കുവച്ചത്. എന്തിനാടാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? വാവയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്. വരട്ടെന്നേ, അതിന് നിനക്കെന്താ ഇത്ര ടെൻഷൻ? അറിയില്ലേട്ടാ, എനിക്ക് പേടിയാവുക. എല്ലാം ഓർക്കുമ്പോ എന്നെ അങ്ങോട്ട് വിറയ്ക്കുക. അത് പറയുമ്പോൾ നന്ദിനിയുടെ വാക്കുകൾ വല്ലാണ്ട് ഇടറിപ്പോയിരുന്നു. എന്റെ നന്ദൂട്ടാ, ഇങ്ങനെ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇത്രയ്ക്ക് പേടിയൊന്നും പാടില്ലടാ. നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്ക് ഒന്നും ചെയ്യാതെ നമ്മുടെ കുഞ്ഞാവ പുറത്തു വരും, നോക്കിക്കോ. ആദ്യത്തെ ആയകൊണ്ട് കുറെ സമയമെടുക്കുന്ന ആളുകളൊക്കെ പറയുന്നേ. ഏതാളുകളാ നിന്നോട് ഇത്ര കാര്യമായിട്ട് പറഞ്ഞു തന്നത്? സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണ് ഏട്ടാ പറയുന്നേ. എന്നിട്ട് അവരിതിൻ്റെ കൂടെ വേറെന്തൊക്കെ പറഞ്ഞു? അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എങ്കിലും 6-7 മണിക്കൂർ വേദന എടുത്ത് നമ്മൾ കിടക്കുമെന്നാ അവരൊക്കെ പറഞ്ഞത്. എന്റെ പൊന്നു നന്ദു, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രഷർ കൂട്ടരുത്. ഈ പറയുന്നവരൊക്കെ ഒരുപാട് വേദന സഹിച്ചെങ്കിലും ആ കുഞ്ഞിന്റെ മുഖം കണ്ട ശേഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവര് നിന്നോട് പറഞ്ഞോ? കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ എല്ലാ വേദനകളും നമ്മൾ മറന്നുപോകുമെന്നാ അവരൊക്കെ പറഞ്ഞത്. അത്ര പെട്ടെന്ന് മറക്കാനും മാത്രമുള്ളോ ഈ പ്രസവ വേദന? അതാണേട്ടാ എനിക്കും മനസ്സിലാവാത്തേ. എടി, അതിൽ നിന്ന് വ്യക്തമല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലെന്ന്. ചുമ്മാ നീ വേണ്ടാത്തത് ഓരോന്ന് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞാവെ കൂടി വിഷമിപ്പിക്കും. ഭദ്രൻ വഴക്കു പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിഴകളിൽ കൂടി അവന്റെ വിരലുകൾ കടത്തി തഴയെ തലോടിക്കൊണ്ടിരുന്നു. നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണ് അവന്റെ ആ പ്രവൃത്തി. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ കിടക്കുവാൻ അവൾക്ക് യാതൊരു മടിയുമില്ല. 5-ാമത്തെ മാസത്തിൽ അവൾക്ക് ഒരു ഛർദി വന്നപ്പോൾ ക്ഷീണമായിട്ട് ഒന്ന് കിടന്നതാണ് അവന്റെ മടിയിൽ. അന്ന് ഭദ്രൻ ഇതുപോലെ അവളെ സമാധാനിപ്പിച്ചു. പിന്നീട് ഇന്ന് വരെ ഈ ഒരു കാര്യത്തിന് ഒരു മുടക്കവും വന്നിട്ടില്ല. അവൾ ഉറങ്ങുന്നതുവരെ ഭദ്രൻ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. ആ ദിവസമാണെങ്കിൽ കുറേയേറെ നേരം നന്ദുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ ഇരിപ്പ് തുടർന്നു. ആ കിടപ്പ് കിടന്ന് നന്ദന ഉറങ്ങിപ്പോയിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭദ്രന്റെ നെഞ്ചും വിങ്ങി പൊട്ടുകയാണ്. അവളേക്കാൾ ഭയം സത്യത്തിൽ അവനായിരുന്നു. എങ്ങനെങ്കിലും എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നാണ് അവന്റെയും പ്രാർത്ഥന. കുഞ്ഞാവേ, അമ്മ പാവമാണ് കേട്ടോ, വിഷമിപ്പിക്കല്ലേ. അരികിൽ ചെരിഞ്ഞു കിടക്കുന്നവളുടെ വയറ്റിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ സാവധാനം പറഞ്ഞു. എന്നിട്ടൊരു ബെഡ്ഷീറ്റ് എടുത്ത് നന്ദുവിനെ പുതപ്പിച്ചു. അവളുടെ അടുത്തായി വളരെ സൂക്ഷിച്ച് കയറിക്കിടന്നു. ആഴ്ച തോറും ഇപ്പോൾ ചെക്കപ്പ് ഉള്ളകൊണ്ട് അടുത്ത ദിവസം കാലത്തെ നന്ദുവും ഭദ്രനും കൂടി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുവാണ്. അന്ന് ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടാണ് അവൻ തലേദിവസം വന്നത്. നന്ദു കുളിച്ച് റെഡിയായി ഒരു ലോ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഭദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പോയാൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് BP ചെക്ക് ചെയ്ത ശേഷം ഡോക്ടറുടെ OPയുടെ മുന്നിൽ പോയി ഇരിക്കാം. ഇല്ലെങ്കിൽ അവിടെ മാകെ തിരക്കാണ്. പിന്നെ തലേയാഴ്ച ചെന്നപ്പോൾ ഇന്നത്തെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതും. നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നേ? ചുമ്മാ ഈ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് കേട്ടോ. കുറച്ചു ദൂരം കഴിഞ്ഞിട്ടും നന്ദന
ഒരക്ഷരം പോലും ഉരിയാടാതെ വണ്ടിയിലിരിക്കുന്ന കണ്ടപ്പോൾ ഭദ്രൻ അവളെ നോക്കി ദേഷ്യപ്പെട്ടു. ഒന്നുമില്ലേട്ടാ, ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച്. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, എല്ലാം നടക്കേണ്ട നേരത്ത് നടക്കും. ഇത്രയ്ക്ക് പേടിയായിരുന്നെങ്കിൽ വേണ്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത് ഇന്നലെ തുടങ്ങിയതല്ലേ നീ? ഭദ്രൻ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ നന്ദുവിന് സങ്കടം വന്നു. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. അത് കണ്ടതും ഭദ്രനും വിഷമമായി. പെട്ടെന്ന് അവൻ വണ്ടി ഒതുക്കി നിർത്തി. എന്താ പെണ്ണേ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. അപ്പോഴേക്കും നന്ദുവിന്റെ വിഷമം കൂടി. എന്നാടാ പറ്റിയേ? ഒരു പ്രശ്നവും ഇല്ലാണ്ടിരുന്നതാണല്ലോ, എന്നിട്ട് പെട്ടെന്ന് എന്തേ? കുറച്ച് സമയം ചോദിച്ചു കഴിഞ്ഞ ശേഷമാണ് അവൻ അതിനുള്ള മറുപടി കിട്ടിയത്. അത് പിന്നെ ഏട്ടാ, ഇന്ന് ചെല്ലുമ്പോൾ PV ചെയ്ത് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതോർത്തിട്ട് എനിക്ക് ഭയങ്കര പേടി, കൈയും കാലും വിറയ്ക്കുക. നന്ദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശോ, അതായിരുന്നു ഇത്ര സങ്കടം? അത് പേടിക്കാനൊന്നുമില്ലടാ, ഇതിന്റെ ഭാഗമല്ലേ പരിശോധനകളൊക്കെ. നീ റിലാക്സ് ആയിട്ട് കിടന്നാ മതി. ഭദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. അറിയില്ലേട്ടാ, എന്തോ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാവും. അതൊന്നും സാരമില്ല, ജസ്റ്റ് ഡോക്ടർ ഒന്ന് നോക്കുന്നല്ലേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നേരം പോകുമെന്ന് പറഞ്ഞ് ഭദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു. ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതൊക്കെ അറിയാൻ MBBS ഒന്നും വേണ്ടടി, അത്യാവശ്യം ലോകപരിചയം മാത്രം മതി. ഭദ്രൻ ചിരിച്ചു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് BP ഒക്കെ ചെക്ക് ചെയ്ത് ഭദ്രനും നന്ദനയും ഡോക്ടറെ കാണുവാൻ വെയിറ്റ് ചെയ്തിരുന്നു. അവളുടെ ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ ഇരുവരും അകത്തേക്ക് കയറി. നന്ദനയുടെ ഫയലൊക്കെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചു. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് നോക്കി. നന്ദനയോട് കയറി കിടക്കുവാൻ അവർ ആവശ്യപ്പെട്ടു. കുഞ്ഞിന്റെ അനക്കമൊക്കെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചു. ശേഷം PVയും ചെയ്തു. അത്രമേൽ ഭയപ്പെട്ടിരുന്ന നന്ദനയ്ക്ക് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പരിശോധന കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ അവളോട് അന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞത്. സമയമായിട്ടുണ്ടെന്നും തനിയെ വേദന വരുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാമെന്നും ഡോക്ടർ അവരോട് പറഞ്ഞു. എന്നിട്ട് അതൊക്കെ ഫയലിൽ രേഖപ്പെടുത്തി. പെട്ടെന്ന് അങ്ങനെ കേട്ടതും രണ്ടുപേരും നടുങ്ങിപ്പോയി എന്നു വേണം പറയാന്. ഇരുവരുടെയും മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഡോക്ടർക്കും കാര്യം പിടികിട്ടി. നന്ദന, ഇയാളെ ടെൻഷനാവൊന്നും വേണ്ട. എന്തായാലും കുഞ്ഞിന്റെ വളർച്ച പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വെറുതെ ട്രാവൽ ചെയ്ത് വീട്ടിലേക്കൊന്നും പോകണ്ട. അഥവാ പോയാലും ശരി, നൈറ്റിൽ തന്നെ നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും. യൂട്രസിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ വളരെ വിശദമായി തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദുവിന് നല്ല ടെൻഷനുള്ളത് ഭദ്രന് 100% അറിയാം. അവളെയും കൂട്ടി ഡോക്ടറുടെ അടുത്തു നിന്നും ഇറങ്ങിയ ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ അവളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് റൂം ബുക്ക് ചെയ്യാനും മറ്റുമായി ഭദ്രൻ OPയിലേക്ക് സിസ്റ്ററുമായി റിസപ്ഷനിലേക്ക് ചെന്നു. പേരും അഡ്രസ്സുമൊക്കെ അവൻ കൃത്യമായി എഴുതി. പെട്ടെന്ന് തന്നെ അവർക്ക് റൂം കിട്ടി. അമ്മയെ ഫോണിൽ വിളിച്ച് ഭദ്രൻ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഗീത എത്രയും പെട്ടെന്ന് എത്തിക്കോളാമെന്ന് മകനെ അറിയിച്ചു. മിന്നു അമ്മു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭദ്രൻ വന്നിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളുമെന്ന് അമ്മയോടും പറഞ്ഞു. നാളെ തന്നെ കാണുവോടാ മോനെ എന്ന് ഒരു 100 തവണ അമ്മ അവനോട് ചോദിച്ചു. അങ്ങനെയാണമ്മേ ഡോക്ടർ പറഞ്ഞത്. ഇനി ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. മോനെ, നന്ദു എന്തി നിന്റെ അടുത്തുണ്ടോ? ഇല്ലമ്മേ, അവൾ അപ്പുറത്തിരിപ്പുണ്ട്. ഞാൻ റൂം ബുക്ക് ചെയ്യാനായി റിസപ്ഷനിലേക്ക് വന്നതാ. അമ്മ റെഡിയായ ശേഷം പറഞ്ഞാൽ മതി, ഞാനൊരു ഓട്ടോ പറഞ്ഞു വിടാം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആ ബാഗൊക്കെ ആയിട്ട് ബസ്സിൽ കയറാൻ പാടായിരിക്കും. അതൊന്നും സാരമില്ല, വെറുതെ ഓട്ടോ വിളിക്കാനൊന്നും പോകണ്ട. ഇപ്പൊ ഈ സമയത്ത് ബസ്സിലൊന്നും അധികം തിരക്കില്ലടാ. 12ന്റെ ചിന്നോസിന് ഞാൻ കയറിക്കൊള്ളാം. അതേല് വാതിക്ക നിൽക്കുന്ന പയ്യനെ നിനക്ക് പരിചയമുള്ളതല്ലേ? നമ്മുടെ ദാസപ്പന്റെ മോനാ വിഷ്ണു. അവനെ കൊണ്ട് ബാഗൊക്കെ ഞാൻ എടുത്ത് വണ്ടിയിൽ വെപ്പിച്ചോളാം. വേണ്ട വേണ്ട, അതെല്ലാമായിട്ട് ഇനി എവിടെങ്കിലും വീണുപോയാ പിന്നെ? അമ്മ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. 100-300 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തോളാം. മകൻ വഴക്കു പറഞ്ഞപ്പോൾ പിന്നെ ഗീത തിരിച്ചൊന്നും പറഞ്ഞില്ല. അവർക്കും തോന്നി ഒരുപക്ഷെ അങ്ങനെ മതിയെന്ന്.
ഫോൺ വെച്ച ശേഷം ഭദ്രൻ വീണ്ടും നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തൊട്ടരികിലായി ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞു വാവയും. ഒരുപാട് നാളായതൊന്നുമല്ല അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഭദ്രന് തോന്നി. അവൻ അടുത്തേക്ക് വന്നപ്പോൾ നന്ദിനി ആയാസപ്പെട്ടൊന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ അവൻ അവളെ താങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ പറഞ്ഞതും ആ പെൺകുട്ടി അവനെ നോക്കി പുഞ്ചിരിച്ചു. നമ്മൾ കാണുന്ന ഡോക്ടറാ ഇയാളും കണ്ടുകൊണ്ടിരുന്നത്. ചെക്കപ്പിന് വന്നതാ. കുഞ്ഞുണ്ടായിട്ട് 1 മാസമായതേ ഉള്ളൂ. ഭദ്രൻ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. നല്ല ഓമനത്തമുള്ള ഒരു കുഞ്ഞ്. ഒറ്റയ്ക്കുള്ളോ അതോ? എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി ഭദ്രൻ ആ പെൺകുട്ടിയെ നോക്കി. ചേട്ടനുണ്ട്, വണ്ടി പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയതാ. ചീട്ടെടുത്തിട്ട് ഇപ്പൊ തന്നെ എത്തും. അവൾ പറഞ്ഞു. ഞങ്ങൾക്ക് റൂമായിട്ടുണ്ട്, ചെല്ലട്ടെ. അവൻ വീണ്ടും അവളോട് പറഞ്ഞപ്പോൾ ഒന്നും പേടിക്കണ്ട, എല്ലാം പെട്ടെന്ന് കഴിയുമെന്നും വളരെ നല്ല ഡോക്ടറാണിത്. അതുപോലെ തന്നെ ലേബർ റൂമിലെ സിസ്റ്റേഴ്സൊക്കെ നമ്മളെ നന്നായി കെയർ ചെയ്യുമെന്നുമൊക്കെ പോസിറ്റീവായിട്ട് നന്ദിനിയോട് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി അവരെ യാത്രയാക്കിയത്. അമ്മയെ വിളിച്ചായിരുന്നോ ഏട്ടാ? അമ്മ വൈകാതെത്തും. ബാഗൊക്കെ ഇന്നലെ റെഡിയാക്കി വെക്കാൻ തോന്നിയത് നന്നായി കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാം എടുത്തു വെച്ചാലോന്ന് മനസ്സിലൊരു ചിന്ത വന്നു. അതുകൊണ്ടാ സത്യത്തിൽ ഇന്നലെ തന്നെ അമ്മയും മിന്നുവിനെയും ഒക്കെ ആയിട്ട് ഞങ്ങളതൊക്കെ അടുക്കി വെച്ചത്. എന്തായാലും അത് വളരെ ഉപകാരപ്പെട്ടു. അമ്മയോടൊരു ഓട്ടോ വിളിച്ചു പോരാനാ ഞാൻ പറഞ്ഞത്. ബസ്സിൽ വന്നോളാന്നൊക്കെ ആള് തട്ടിവിട്ടു. യോ, ബസ്സിലോ? ആ ബാഗൊക്കെ വലിച്ചു കയറ്റാൻ വലിയ പാടായേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ബസ്സിൽ വരരുതെന്ന്. ഒന്നാമത് മഴയൊക്കെ പെയ്ത് തെന്നി തെറിച്ച റോഡ്. അമ്മ ഇനി ബസ്സിൽ കയറി പോരുമോ ഏട്ടാ? ഇല്ലടി, ഒരുങ്ങിയ ശേഷം എന്നെ വിളിക്കാനാ ഞാൻ പറഞ്ഞത്. ഓട്ടോ പറഞ്ഞു വിട്ടാ മതിയല്ലോ. ഇരുവരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഭദ്രന്റെ ഫോൺ ബെല്ലടിച്ചു. ഹലോ അമ്മേ. ആ മോനെ, നിങ്ങൾക്ക് കഴിക്കാൻ ചോറ് കൊണ്ടുവരണോടാ? കറിയൊക്കെ വെച്ചത് ഇരിപ്പുണ്ട്. ഗീതയായിരുന്നു വിളിച്ചത്. എന്നാ പിന്നെ പിള്ളേർക്ക് 2 പേർക്കുള്ളത് വെച്ചിട്ട് അമ്മ അതുകൂടി എടുത്തേക്ക്. ഇല്ലെങ്കിൽ വെറുതെ കേടായും. ആ ശരി മോനെ, നീ നന്ദുവിൻ്റെ അടുത്താണോടാ? അതെ അമ്മേ, ഞാൻ അവളുടെ അടുത്തുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വന്നേക്കാം. അമ്മ റെഡി ആയിക്കോ. 11:30 ആകുമ്പോൾ ഡെന്നീസിനെ ഞാൻ പറഞ്ഞു വിടാം. അവൻ്റെ കൂട്ടുകാരനാണ് ഡെന്നീസ്. കവലയിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്നു. ഭദ്രൻ വിളിച്ചപ്പോൾ കൃത്യം ഡെന്നീസ് കവലയിലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഓരോ പരിശോധനകൾക്കായി സിസ്റ്റേഴ്സ് മാറി മാറി റൂമിലേക്ക് വരുന്നുണ്ട്. ECGയും ബ്ലഡ് ടെസ്റ്റും. അതിനിടയ്ക്ക് അനസ്തേഷ്യയുടെ ഡോക്ടർ കാണാൻ വന്നു. കുഞ്ഞിൻ്റെ അനക്കം നോക്കുവാനായിട്ട് ഒരു സിസ്റ്റർ വന്നു. അങ്ങനെ ആകെക്കൂടി ബഹളം. അതിനിടയ്ക്ക് അമ്മയും എത്തിച്ചേർന്നു. മകൾക്ക് വാരിക്കൊടുത്ത് കഴിപ്പിച്ച് അടുത്തിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ സത്യത്തിൽ ഭദ്രന്റെ മനസ്സ് നിറഞ്ഞു. നാളെ ഈ നേരത്ത് കുഞ്ഞുവാവയുമായിട്ട് ഈ ബെഡിൽ കിടക്കാം അല്ലേ മോളെ?